ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരും ഈ പടം കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ സിനിമയുടെ കാര്യങ്ങളെ പറ്റി പറയുന്നതിൽ പരിമിതിയുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ടേക്ക്, അതായത് ഈ പൃഥ്വിരാജ് എന്ന് വെച്ചാൽ മഹാധീരനായിട്ടുള്ള ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 183 കോടി രൂപ ചെലവിട്ടിട്ട് കേരളത്തിൽ മാത്രം വിജയിച്ചാൽ പോലെ, കേരളത്തിലാണെങ്കിൽ ഒരു BJP വിരുദ്ധ പൊതുബോധമൊക്കെ നിൽക്കുന്ന, ഇപ്പോഴും വലിയ തോതിൽ മാറിയിട്ടില്ലാത്തൊരു സംഘപരിവാര വിരുദ്ധതയൊക്കെയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഈവൻ ഹിന്ദി ബെൽറ്റിൽ പോലും കാണിക്കേണ്ടുന്ന ഒരു സിനിമക്കകത്ത് ഇത്ര ധീരമായിട്ട് രാഷ്ട്രീയം പറയുന്നു എന്നത് പൃഥ്വിരാജിൻ്റെയും മുരളി ഗോപിയുടെയും ഒരു ധീരതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പക്ഷപാതത്തെക്കുറിച്ചല്ല പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞല്ലോ, ആത്യന്തികമായിട്ട് ബിസിനസ്സാണല്ലോ, ആളുകൾ കണ്ടിട്ട് കയറി പണം തിരിച്ചു കിട്ടുന്നതാണല്ലോ. മോഹൻലാൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു എന്നതും വലിയ അത്ഭുതം ഉണ്ടാക്കി. എനിക്ക് ഈ വിമർശനം കാണുന്ന RSകാരോട് അല്ലെങ്കിൽ സംഘപരിവാരക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സിനിമ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന സിനിമ ഏതാ? സന്ദേശമല്ലേ, ശ്രീനിവാസിൻ്റെ സന്ദേശമല്ലേ? ആ ശ്രീനിവാസിൻ്റെ സന്ദേശ സിനിമ ഈ പറയുന്ന CPM-നെ അങ്ങ് ഉടുത്തില്ലാതാക്കിയിരിക്കുകയാണ് അല്ലേ? കോൺഗ്രസിനെയും അതേ മട്ടിൽ എത്ര കാലത്തേക്കാണ്. പക്ഷേ ആ സന്ദേശ സിനിമ ഇപ്പോഴും TV-യിൽ വന്നാൽ ഓടും, ഇപ്പോഴും ഹിറ്റാണ്. പക്ഷേ അതിനുശേഷം എത്ര തവണ വിമർശിക്കപ്പെട്ട CPM അധികാരത്തിൽ വന്നു, വിമർശിക്കപ്പെട്ട കോൺഗ്രസ് അധികാരത്തിൽ വന്നു. സിനിമയുടേതായ രീതിയിൽ ഹിറ്റായിട്ട് പോയി. CPM-നെയോ കോൺഗ്രസിനെയോ അത് ബാധിച്ചിട്ടില്ല.